ലീഡർ ഫോർ ഓൾ സീസൺസ് നമ്മുടെ രമേശ് ചെന്നിത്തല ഇപ്പോൾ ഉള്ളത് അദ്ദേഹത്തിന്റെ വസതിയിലാണ് തിരുവനന്തപുരത്ത്. അവിടെ നിന്നും റഹീസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. റഹീസ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മുടെ രമേശ് ചെന്നിത്തല എന്ത് പറയുന്നു റഹീസ്? ആത്മവിശ്വാസത്തിൽ തന്നെയല്ലേ RC ക്യാമ്പും? ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി അറിയാം രമേശ് ചെന്നിത്തല എന്നാണ് പേര് കേൾക്കുന്നതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായ ഫ്ലെക്സി യുദ്ധത്തിന് പോവാത്ത, ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താത്ത, ആരുടെയും മുഖത്ത് തുപ്പാത്ത, ആരുടെയും മുഖത്ത് കരിയോയിൽ ഒഴിക്കാത്ത, ആരുടെയും മുഖത്ത് വലിച്ചു കീറാത്ത രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയാകുന്നതെങ്കിൽ അത് മറ്റൊരു പൊളിറ്റിക്കൽ സർപ്രൈസ് ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോഴും ആത്മവിശ്വാസത്തിൽ തന്നെയല്ലേ? ഉള്ളിലുണ്ടോ രമേശ് ചെന്നിത്തല? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഇന്ന് രാവിലെ നമുക്ക് RC മുഖം തന്നിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ വീടിൻ്റെ അകത്ത് തന്നെയുണ്ട്. പുറത്തേക്ക് ഇതുവരെ ഇറങ്ങി വന്നിട്ടില്ല. അല്പസമയത്തിനകം ഇറങ്ങി വരും. ഇന്നലെ വൈകുന്നേരമൊക്കെ ഇവിടെ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്ന പ്രവർത്തകരുടെ വലിയൊരു ഒഴുക്ക് തന്നെ ഉണ്ടായിരുന്നു. അവരുടെ ഒരു ക്യാമ്പ് മാനേജർ എന്ന് പറയുന്നത് പത്തനാപുരം MLA ആയ ജ്യോതികുമാർ ചാമക്കാലയാണ്. ഒപ്പം ജോസഫ് വാഴക്കൻ അടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ എത്തിയിരുന്നു. ഇന്ന് അദ്ദേഹത്തെ കാണാൻ ഇത്ര രാവിലെ മാധ്യമങ്ങളുടെ ഒരു പടം ഇവിടെ ഉണ്ട്. അതല്ലാതെ മറ്റ് പ്രവർത്തകരാരും എത്തിയിട്ടില്ല. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് നേരത്തെ അരുൺകുമാർ പറഞ്ഞ ഏറ്റവും സീനിയർ മോസ്റ്റ് ലീഡർ, ഇവർക്കിടയിലുള്ള സീനിയർ മോസ്റ്റ് ലീഡർ, ഒരുപക്ഷെ VD സതീഷിൻ്റെയും KC വേണുഗോപാലിൻ്റെ ഒക്കെ ലീഡർ കൂടിയായ ഒരു ലീഡറാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് അത് അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ട്. ഒപ്പം KC വേണുഗോപാലും VD സതീശനും കൂടി ഫ്ലെക്സ് യുദ്ധം പ്രകടനമൊക്കെ നടക്കുന്ന സമയത്ത് നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ നിഷ്പക്ഷനായി ഒരു ചെറിയൊരു പ്ലക്കാർഡ് പോലും ഒരിടത്തും വെച്ചിട്ടില്ല രമേശ് ചെന്നിത്തലയോ അദ്ദേഹത്തിൻ്റെ അനുകൂലികളോ. അത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു പ്ലസ് ആയിട്ട് അദ്ദേഹം CM ആകും എന്ന് കരുതുന്ന പാർട്ടി പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ അനുയായികളും കരുതുന്നുണ്ട്. കാരണം 2 ആളുകൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് എനിക്ക് മുഖ്യമന്ത്രിയാക്കണം എന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഒത്തുതീർപ്പ് ഫോർമുല എന്ന നിലയിൽ സീനിയർ മോസ്റ്റ് ലീഡർ എന്ന നിലയിൽ കൂടി രമേശ് ചെന്നിത്തല വരും. അദ്ദേഹം പ്രതിപക്ഷ നേതാവായി ഇരുന്ന പരിചയമുണ്ട്, KPCC പ്രസിഡന്റായിട്ടിരുന്ന പരിചയമുണ്ട്, ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്ന പരിചയമുണ്ട്. ആ തരത്തിൽ ഭരണപരിചയം കൂടി, പാർട്ടി ലീഡർഷിപ്പ് നയിച്ചതിനപ്പുറം ഭരണപരമായ ലീഡർഷിപ്പ്, കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് സ്ഥാനത്തിരുന്ന എല്ലാ ഘടകങ്ങൾ കൂടി ചേരുമ്പോൾ ഇത് മുഖ്യമന്ത്രിയുടെ വീടായി 1 മണിക്ക് ശേഷം മാറും എന്നാണ് പ്രവർത്തകർ കരുതുന്നത്. നമ്മളും അത് അറിയാനുള്ള ആകാംക്ഷയിലും കാത്തിരിപ്പിലുമാണ്. ഓക്കെ, ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, അരുൺ സാർ, ഇത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു, 3 പേരുടെയും പേരെഴുതി നറുക്കെടുത്താൽ പോരായിരുന്നു? ഭാഗ്യമുള്ളവർക്ക് നറുക്കു വീണനെ. അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവരാണോ AICC നേതാക്കൾ? അതും ശരിയാണല്ലോ അല്ലേ? നിയമസഭാ കക്ഷി നേതാവ് ആരായിരിക്കണം എന്നതിൽ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ നറുക്കിട്ടൊരാളുടെ പേരങ്ങ് എടുത്തിരുന്നെങ്കിൽ AICCക്കും ഈ പഴി കേൾക്കേണ്ടി വരില്ല, പാവം KC വേണുഗോപാലിനും ഈ പഴി കേൾക്കേണ്ടി വരില്ല, അല്ലേ? ഈ VD സതീശനും ഈ പഴി കേൾക്കേണ്ടി വരില്ല. ഇപ്പൊ സംഭവങ്ങളാകെ കൈവിട്ടു പോയി, ചള ഉളവായി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മനീഷ് മഹിപാലുണ്ട് നമുക്കൊപ്പം ആലപ്പുഴയിലെ ചായക്കടയിൽ നിന്നും തത്സമയം.